ശ്രീ കെ സോമൻ, ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. ഓരോ പാർട്ടികളും വ്യത്യസ്ത ദിവസങ്ങളിൽ ഇപ്പോൾ ഹർജിയുമായി എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയുന്നത് അത് DMKയും സുപ്രീം കോടതിയിലേക്ക് എന്നുള്ള വാർത്തയാണ്. ഇന്നാണ് മുസ്ലിം ലീഗ് പോയത്, നേരത്തെ സമസ്തയും പോയിട്ടുണ്ട്. അതിനു മുൻപ് പോയ പാർട്ടികൾ നമുക്കറിയാം, ആദ്യം കോൺഗ്രസ് ആണ് പോയിട്ടുള്ളതെന്ന്. അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഈ പറയുന്ന നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിങ്ങൾ. ഏകപക്ഷീയമായി ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ ഭരണഘടനാ വിരുദ്ധമായ ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നു. എന്നിട്ടതിന് ഉമ്മീദ് എന്നൊരു പേരും കൊടുത്തിരിക്കുന്നു, പ്രത്യാശ. അതായത് രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു നിയമം കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം വിരുദ്ധമാണ് എന്ന കാര്യങ്ങളാണ് ഇവർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ കെ സോമൻ, മറുപടി. ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന സർക്കാരിന് ആ രാജ്യത്തിൻ്റെ പരമോന്നതമായ നിയമനിർമ്മാണ സഭയിൽ ബില്ല് അവതരിപ്പിക്കാനും അത് പാസ്സാക്കാനുമുള്ള നിയമപരമായിട്ടുള്ള സംവിധാനമുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും നല്ല ബോധ്യമുള്ളതാണ്. ആ ബോധ്യത്തിൻ്റെയും നിയമത്തിൻ്റെയും പിൻബലത്തിലാണ് രാജ്യത്ത് നിലനിന്നിരുന്ന പരിഷ്കൃതമല്ലാത്ത ഒരു ബില്ല്, ഒരു സംവിധാനത്തെ മാറ്റി അതിന് കൃത്യതയുണ്ടാക്കാൻ, അതിന് വ്യക്തതയുണ്ടാക്കാൻ, അത് ഇസ്ലാമിക വിശ്വാസികളുടെ നാളെയുടെ നന്മയ്ക്കു വേണ്ടി ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരം ഒരു ബില്ല് രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും അത് അംഗീകാരം നേടുകയും ചെയ്തിട്ടുള്ളത്. ഇത് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കോടതിയിൽ പോകുന്നു എന്ന് പറയുന്നു. ഇത് മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ള നിരവധി പരിഷ്കാരങ്ങളെ ഇവർ തള്ളിപ്പറയുകയും കോടതിയിൽ പോകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിലുള്ളതാണ്. BJPയുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടായിരുന്നു ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക അധികാര അവകാശങ്ങൾ എടുത്തു കളയുമെന്നുള്ളത്. BJPയുടെ പ്രഖ്യാപിതമായ നിലപാടായിരുന്നു. ആ പ്രഖ്യാപിതമായ നിലപാട് നിയമപരമായി രാജ്യത്ത് നടപ്പാക്കിയപ്പോൾ അത് ബഹുമാനപ്പെട്ട കോടതികളിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പോയിട്ടുണ്ട്. ആ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവരത് ചോദ്യം ചെയ്യട്ടെ. കോടതികളിലൂടെ അതിന്റെ അന്തിമമായിട്ടുള്ള വിധിയും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ. ഈ 370-ൽ പാർലമെന്റിൽ ഒരു ചർച്ച പോലും നടന്നിട്ടില്ല. നിങ്ങൾ ഈ ഭൂരിപക്ഷത്തിന്റെ ബലത്തിൽ നടപ്പാക്കുന്നതിനെ കുറിച്ചാണല്ലോ ശ്രീ കെ സോമൻ പറയുന്നത്. ഈ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഉന്നമനത്തിനാണ് എന്ന് നിങ്ങൾ ആവർത്തിച്ചു പറയുന്നു. അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അങ്ങനെ വരുമ്പോൾ അത് ആ മുസ്ലിം ന്യൂനപക്ഷത്തെ ബോധ്യപ്പെടുത്താൻ കഴിയണ്ടേ? അങ്ങനെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഒരു മുസ്ലിം പ്രതിനിധി ഉണ്ടാകണ്ടേ? നിങ്ങൾക്കിടയിൽ ഒരു മുസ്ലിം പ്രതിനിധി പോലും വേണ്ട എന്ന ഉറച്ച തീരുമാനത്തോടുകൂടി ഒരു MP പോലും പാർലമെന്റിലേക്ക് അയക്കാത്ത നിങ്ങൾ ആ ന്യൂനപക്ഷത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുക എന്ന് ആര് വിശ്വസിക്കും? ശ്രീ കെ സോമൻ, വിശ്വസിക്കേണ്ട എന്നാണെങ്കിൽ പിന്നെ ഒന്നും കാര്യമില്ല. സ്മൃതി, ഇക്കാര്യത്തിൽ വിശ്വാസമില്ലാത്തത് ന്യൂനപക്ഷത്തിലെ സമ്പന്നന്മാർക്കും ആ ന്യൂനപക്ഷത്തിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു കൂട്ടം ന്യൂനപക്ഷത്തിനും മാത്രമാണ് വിശ്വാസമില്ലാത്തത്. എന്റെ ചോദ്യം, വഖഫിന്റെ കോടാനുകോടി ഭൂമി, അതിലൂടെ കിട്ടേണ്ട വരുമാനം, യഥാർത്ഥത്തിൽ കിട്ടേണ്ട വരുമാനം, ആ വരുമാനം ഉപയോഗിച്ച് മുസ്ലിം സമൂഹത്തിലെ സാധാരണക്കാരന് സഹായം ചെയ്തുകൊണ്ട് അവന്റെ ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്ക് വേണ്ടത്ര മുന്നോക്കം കിട്ടത്തില്ല എന്ന് കണ്ടെത്തിയത് ഈ രാജ്യത്ത് BJP അല്ലല്ലോ, കോൺഗ്രസിന്റെ കാലത്ത് നിയമിക്കപ്പെട്ടുള്ള സച്ചാർ കമ്മീഷൻ അല്ലേ കണ്ടെത്തിയിട്ടുള്ളത്. സച്ചാർ കമ്മീഷനിലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വരി മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വരി മാത്രം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുക ശ്രീ കെ സോമൻ? സച്ചാർ കമ്മീഷനെ നിങ്ങൾ പൂർണ്ണമായും ശരിവെക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ പറയൂ. സച്ചാർ കമ്മീഷനിലെ ന്യൂനപക്ഷ വിഭാഗവുമായി ബന്ധപ്പെട്ടും വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ടുമുള്ള പരാമർശം, ആ പരാമർശത്തെയാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതാണ് പറഞ്ഞത്. വേറെയും പരാമർശമുണ്ടല്ലോ, അത് ഞങ്ങൾ കണ്ടെത്തിയതല്ലല്ലോ. അത് അല്ല, ബഹുമാനപ്പെട്ട സ്മൃതി, ഒരു വാചകം പൂർത്തിയാക്കാൻ അങ്ങനെ അനുവദിക്കില്ല എങ്കിൽ അതിലുള്ള ഒരു പരിഭവം എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുണ്ട്. അങ്ങനെ ഒരു വാചകം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കണം. ചോദ്യങ്ങളാവാം, ഞാൻ ഉത്തരങ്ങളും പറയാം. സച്ചാർ കമ്മീഷന്റെ കണ്ടെത്തലുകൾ ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണോ ശ്രമിക്കുന്നത്? അത് വഖഫുമായി ബന്ധപ്പെട്ട് കോടാനുകോടി സ്വത്തുള്ള ഒരു സംവിധാനം,
ആ സംവിധാനത്തിലൂടെ കിട്ടുന്ന വരുമാനം ആ വിഭാഗത്തിലെ സാധാരണക്കാരന്റെ ജീവിത പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല. അതുകൂട്ടം ഒരു കൂട്ടം ആളുകൾ സമ്പന്നർമാർ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? ആ യാഥാർത്ഥ്യത്തെ അഭിസംബോധന ചെയ്യണ്ടേ നമ്മൾ? ആ യാഥാർത്ഥ്യം എന്തിനു മറച്ചു വെക്കണം? അതുകൊണ്ടാണ് ഇവിടുത്തെ ഇസ്ലാമിക വിശ്വാസികൾക്ക്, സാധാരണക്കാർക്ക് ഈ നിയമത്തെ സംബന്ധിച്ച് നല്ല ബോധ്യമുണ്ട്. ഈ നിയമത്തിന്റെ പരിഷ്കാരത്തെ സംബന്ധിച്ച് നല്ല പ്രത്യാശയുണ്ട്, നല്ല പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയില്ലാത്തവർ, പ്രത്യാശയില്ലാത്തവർ ഞാൻ മുമ്പേ സൂചിപ്പിച്ചവരാണ്. നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന എല്ലാ നിയമ ചെയ്യാൻ 5 വർഷത്തോളം താൻ മുസ്ലിം വിശ്വാസിയാണ് എന്ന് ബോധിപ്പിക്കണം എന്നാണല്ലോ ഇപ്പോൾ പുതിയ ചട്ടം. മറ്റേത് മതത്തിലുണ്ട്. അതായത് ദാനം ചെയ്യാൻ ഞാൻ തീരുമാനിക്കുകയാണ്, ഏത് മതത്തിലായാലും ഞാനൊരു വിശ്വാസിയാണെങ്കിൽ ദാനം ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തണം, ഞാൻ 5 വർഷമായി വിശ്വാസത്തിലാണെന്ന് ബോധ്യപ്പെടുത്തണം. മറ്റേത് മതത്തിലുണ്ട്. ഇത് ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു നിയമമല്ലല്ലോ. താങ്കൾ ഇതൊന്ന് വിശദീകരിക്കും. ഇത് രാജ്യത്തിന്റെ നിങ്ങളൊന്ന് വിശദീകരിച്ചാൽ മതി ശ്രീ കെ സോമൻ. അതെങ്ങനെയാണ് മുസ്ലിം ന്യൂനപക്ഷത്തിന് ഉന്നമനത്തിന് ഉതകുന്ന ഒരു കാര്യമായി മാറുന്നത് എന്നൊന്ന് വിശദീകരിക്കൂ. മറ്റു മതങ്ങൾക്കില്ലാത്ത ഒരു കാര്യം നിങ്ങൾ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ കാര്യത്തിൽ മാത്രം എടുത്ത് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശ്യം എന്താണ്? ഉന്നമനം തന്നെയാണോ? അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ ബോർഡുകളിൽ കൃത്യമായി മറ്റു മതസ്ഥരെ കൂടി ചേർക്കണം എന്നുള്ള തീരുമാനം, ഇവിടെ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ അങ്ങനെ തീരുമാനം വരുമോ? ക്രിസ്ത്യൻ പള്ളികളുടെ ഭരണസമിതികളിൽ മറ്റു മതസ്ഥരെ ചേർക്കുമോ? നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ രൂപത്തിൽ അതിനെ മാറ്റുന്നത്? അതിന്റെ ഉദ്ദേശ്യം എന്താണ്? ഈ 2 കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ? ചോദ്യം കഴിഞ്ഞോ? എനിക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ടുള്ള സന്ദർഭം കൂടി തരണം. ഒന്ന്, ഇത് ഒരു സുപ്രഭാതത്തിൽ രാജ്യത്ത് പാസാക്കിയിട്ടുള്ള, അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു നിയമമല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് അഭിപ്രായ രൂപീകരണങ്ങൾ, നിർദ്ദേശങ്ങൾ, ഭേദഗതികൾ എല്ലാം ക്ഷണിക്കപ്പെട്ടിട്ടുള്ള ഒരു നിയമമാണെന്നും നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. 5 വർഷത്തെ കാലാവധി ഈ നിയമത്തിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു മുസ്ലിമാണ് എന്ന് 5 വർഷക്കാലം അവർ ജീവിതത്തിന്റെ ഭാഗമായി 5 വർഷക്കാലം മുസ്ലിമാണ് എന്ന നിലയിൽ വരണം. ആ നിലയിൽ വരുന്ന സമയത്ത് ഒരു പരിപക്വമായിട്ടുള്ള സമീപനത്തോടെ വഖഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ആ കാഴ്ചപ്പാട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അത് 5 വർഷമായി പരിമിതപ്പെടുത്തിയിട്ടുള്ളത് തീരുമാനത്തിന്റെ ഇടയിലുള്ള ഇടപെടൽ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.